Good afternoon. Once again, welcome back to ICT class. Today, we are going to discuss about our new chapter. Okay? ഇന്ന് നമ്മൾ പുതിയ അധ്യായം തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പാർട്ട് 2-ലുള്ള അധ്യായം 6, ചാപ്റ്റർ 6, അനലൈസിങ് ഡാറ്റ ഇൻ ദ കമ്പ്യൂട്ടർ. ഓക്കെ? വിവര വിശകലനം കമ്പ്യൂട്ടറിൽ എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ, ദിസ് ചാപ്റ്റർ ഈസ് ബേസ്ഡ് ഓൺ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഉബുണ്ടുവിലുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഏതാണെന്ന്. ഓക്കെ, യെസ്, ഉബുണ്ടുവിലുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് കാൽക്ക്. ഓക്കെ, ലിബർ ഓഫീസ് കാൽക്ക് ആണ് ഉബുണ്ടുവിലുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. Okay, let's move on to our chapter, analyzing data in the computer. Okay, there are some statements about climates. Okay, these statements indicate the recent changes in atmospheric temperature. You might have understood how the change in atmospheric temperature influences the climatic conditions. ഓക്കെ, അന്തരീക്ഷ താപനിലയിൽ കുറച്ചു കാലമായി വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് വാർത്തകളുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഓക്കെ, വരാനിരിക്കുന്നത് കൊടിയ വരൾച്ച, കേരളം ചുട്ടുപൊള്ളുന്നു, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് വാർത്തകളുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. സിവിയർ ഡ്രോട്ട് ഈസ് ഇൻ സ്റ്റോർ ഫോർ us, അങ്ങനെ കുറച്ച് വാർത്തകളുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും ഓക്കെ, അവ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദ ലെസൺ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് in your social science textbook, different types of analysis of temperature in various parts of India are referred to. സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ സർവവും സൂര്യനാൽ എന്ന അധ്യായത്തിൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ താപനിലകളുടെ പലതരത്തിലുള്ള വിശകലനങ്ങൾ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ഓക്കെ, പാഠത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ താപനിലകൾ ശേഖരിച്ച് വിശകലനം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അനുവും ആമിനയും. രണ്ട് കുട്ടികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണ് കൊടുത്തിട്ട് മുകളിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ സർവവും സൂര്യനാൽ അഥവാ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന ചാപ്റ്ററിൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ താപനിലകളുടെ പലതരത്തിലുള്ള വിശകലനങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും സർവവും സൂര്യനാൽ, സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എന്നെക്കാളും വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അനു ആൻഡ് ആമിന ആർ ഗെറ്റിംഗ് റെഡി ടു ഗ്യാദർ ഇൻഫർമേഷൻ ഓൺ ദ ടെമ്പറേച്ചർ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ആസ് റെഫർഡ് ടു ഇൻ ദ ലെസൺ ആൻഡ് അനലൈസസ് ദം. Anu is of the opinion that the activity is a bit difficult since a lot of data is to be handled. വളരെയധികം ദത്തങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളതുകൊണ്ട് പ്രവർത്തനം അല്പം ബുദ്ധിമുട്ടാണെന്ന് അനുവിൻ്റെ അഭിപ്രായം. ഓക്കെ, ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ, വിവരങ്ങൾ. ഓക്കെ, ഇറ്റ് വാസ് ദ ടീച്ചർ ഹു ഹിൻറ്റഡ് that spreadsheet software could be used for analyzing data and for arriving at conclusions. ദത്തങ്ങളെ എളുപ്പത്തിൽ വിശകലനം ചെയ്യുവാനും നിഗമനങ്ങളിൽ എത്തിച്ചേരുവാനും സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാമെന്നാണ് ടീച്ചർ ഒരു സൂചന നൽകി അനുവിനും ആമിനക്കും.
ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആരംഭിക്കാൻ പോവുകയാണ്, ലിബ്രെ ഓഫീസ് കാൽക്ക്. ഓക്കെ, 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ലിബ്രെ ഓഫീസ് കാൽക്കിനെ കുറിച്ച്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിബ്രെ ഓഫീസ് കാൽക്ക് familiarized in standard 8, let's help Anu and Amina do this activity as per teacher's instructions. 8ാം ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ലിബ്രെ ഓഫീസ് കാൽക്ക് ഉപയോഗിച്ച് ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ഈ പ്രവർത്തനം ചെയ്യാൻ അനുവിനെയും ആമിനെയും നമുക്ക് സഹായിക്കാമെന്നുള്ളൊരു ജസ്റ്റ് ഒരു ആക്ടിവിറ്റി. ഓക്കെ, look at the figure. അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 6.1, ടെമ്പറേച്ചർ അറ്റ് ഡിഫറെൻറ്റ് ഏരിയാസ്. ഓക്കെ, ചിത്രം 6.1 വിവിധ പ്രദേശങ്ങളിലെ താപനിലകൾ. ഓക്കെ, അവിടെ ഓരോ പ്ലേസ് കൊടുത്തിട്ടുണ്ടല്ലേ. പ്ലേസ് ആഗ്ര, അലഹബാദ്, അമൃത്സർ, ഭോപ്പാൽ. അതേപോലെ മാക്സിമം ടെമ്പറേച്ചർ കൂടിയ താപനില, അതേപോലെ മിനിമം ടെമ്പറേച്ചർ കുറഞ്ഞ താപനില പറഞ്ഞിട്ട് ഡിഗ്രി സെൽഷ്യസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, for this, they collected the data of the maximum and minimum temperature at different parts of India from the internet. Then it was tabulated in LibreOffice Calc as shown in figure 6.1. The table was saved with the name temperature in the prescribed folder in home. ഇതിനാൽ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ ഒരു നിശ്ചിത ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ശേഖരിച്ചു. തുടർന്ന് ചിത്രത്തിൽ കാണുന്നത് പോലെ, അതായത് ചിത്രം 6.1 ലിബ്രെ ഓഫീസ് കാൽക്കിൽ പട്ടികപ്പെടുത്തി. പട്ടിക ടെമ്പറേച്ചർ എന്ന പേരിൽ ഹോമിലെ നിർദ്ദേശിക്കപ്പെട്ട ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹോം ഫോൾഡറിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്കൂൾ റിസോഴ്സ് ഉണ്ടാവും. സ്കൂൾ റിസോഴ്സിൽ ജസ്റ്റ് ഓപ്പൺ സ്റ്റാൻഡേർഡ് 9 ഫോൾഡർ. ദർ ഇസ് എ ഫയൽ temperature.ods. ഓക്കെ, ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ദ ഫോൾഡർ. ഓക്കെ, ഇവിടെ കാണാം സീരിയൽ നമ്പർ, പ്ലേസ്, മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ എന്നുണ്ട്, ഹെഡിങ്സ്. അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. ആഗ്ര, അലഹബാദ്, അമൃത്സർ, ഭോപ്പാൽ അങ്ങനെ പറഞ്ഞിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത്? ടെക്സ്റ്റിൽ പറയുന്നതാണ് ആക്ടിവിറ്റി 6.1. നമ്മൾ ഇന്ന് 2 ആക്ടിവിറ്റിയാണ് ചെയ്തു നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ആവറേജ് ഓഫ് ടെമ്പറേച്ചർ. നമ്മുടെ ഈ തന്നിരിക്കുന്ന കൂടിയ താപനിലയുടെയും കുറഞ്ഞ താപനിലയുടെയും ആവറേജ്, ശരാശരി എങ്ങനെ കാണാം? അതായത് ഇവിടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഡെയിലി മീൻ ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് ഓഫ് ദ മാക്സിമം ആൻഡ് ദ മിനിമം ടെമ്പറേച്ചേഴ്സ് ഇൻ എ ലൊക്കാലിറ്റി. ദൈനിക ശരാശരി താപനില, അതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഒരു പ്രദേശത്തെ കുറഞ്ഞ താപനിലയുടെയും കൂടിയ താപനിലയുടെയും ശരാശരിയാണ് ദൈനിക ശരാശരി താപനില അഥവാ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം ആ ലിബ്രെ ഓഫീസ് കാൽക്കിലുള്ള ഫയൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്താണ് ഇവിടെ പറഞ്ഞത്? Add the title daily mean temperature to the first cell of the column next to minimum temperature in the table that you have saved. സേവ് ചെയ്തു വെച്ച ഈ പട്ടിക തുറന്ന് മിനിമം ടെമ്പറേച്ചറിൻ്റെ തൊട്ടടുത്ത കോളത്തിലെ ആദ്യ സെല്ലിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന തലക്കെട്ട് ചേർക്കൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കത് ചെയ്യാം. ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഓക്കെ, മിനിമം ടെമ്പറേച്ചറിന് തൊട്ടടുത്തുള്ള സെല്ല് സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം? ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് എന്താണ് ടെമ്പറേച്ചറിൻ്റെ ഫ്രണ്ടിൽ കഴ്സർ കൊണ്ടുപോയിട്ട് പ്രസ് ആൻഡ് ഹോൾഡ് ദ കൺട്രോൾ കീ ആൻഡ് പ്രസ് എൻ്റർ കീ. കൺട്രോൾ പ്ലസ് എൻ്റർ, കൺട്രോൾ എൻ്റർ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. ഓക്കെ,
ഫോണ്ട് സൈസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാറ്റി കൊടുക്കാം, ബോൾഡ് ആക്കാം. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഡെയിലി മീൻ ടെമ്പറേച്ചർ. അടുത്തെന്താണ് പറയുന്നത്? You know that you need to divide the sum of maximum temperature and minimum temperature by 2 to find the average temperature of any town. You may remember from your previous classes the way to find the sum. Here, you need to find the sum of the cells from C2 to D2. Follow the process given below. എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു പട്ടണത്തിലെ ശരാശരി താപനില കാണുന്നതിന് കുറഞ്ഞ താപനിലയുടെയും കൂടിയ താപനിലയുടെയും തുകയെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. തുക കാണാനുള്ള മാർഗം മുൻ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുമല്ലോ. ഓക്കെ, ഇവിടെ C2 മുതൽ D2 വരെയുള്ള സെല്ലുകളുടെ തുകയാണ് കാണേണ്ടത്. ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. തുക കാണേണ്ടതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ലിബ്രോഫിസ് കാൽക്കിൻ്റെ ചാപ്റ്ററിൽ. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ശരാശരിയാണ് കാണേണ്ടത്, ആവറേജ്, അതായത് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഓക്കെ, ദൈനിക ശരാശരി താപനില. അപ്പോൾ ഇവിടെ ആദ്യം ഓരോ സെല്ലിനും ഓരോ സെൽ അഡ്രസ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ സെല്ല് ക്ലിക്ക് ചെയ്താൽ എന്താണ്, കോളത്തിൽ എ ആണ്, അതേപോലെ റോ സൈഡിൽ എന്താണ് 1 ആണുള്ളത്. അപ്പോൾ A1 എന്നാണ് ആ സെല്ലിൻ്റെ അഡ്രസ്സ് അറിയപ്പെടുന്നത്. അതേപോലെ ബി, ഈ പ്ലേസിൽ സെലക്ട് ചെയ്താൽ B1, ഇത് C1, ഇത് D1. അതേപോലെ ആഗ്രയുടെ ഈ മാക്സിമം ടെമ്പറേച്ചർ ഇത് C2 ആണ്. സെക്കൻഡ് റോയിലുള്ള സി എന്ന കോളത്തിലുള്ള ആ സെല്ലിൻ്റെ അഡ്രസ്സ് C2, ഇത് D2. ഓക്കെ, അപ്പോൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ കാണാൻ ആദ്യം നമുക്ക് ശരാശരി താപനില കിട്ടേണ്ട സെല്ല് ആദ്യം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്താണ് പറയുന്നത്, ടൈപ്പ് ഈക്വൽ ടു സം ഇൻ ബ്രാക്കറ്റ് C2 കോളൻ D2, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്ത് ചെയ്യുക, /2 ആൻഡ് പ്രസ് എൻ്റർ കീ. അത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ആദ്യം ഈക്വൽ ടു സൈൻ ചെയ്യുക, എന്നിട്ട് സം എന്ന് ടൈപ്പ് ചെയ്യുക, ഇൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് മാക്സിമം ടെമ്പറേച്ചർ C2 അതായത് 39, D2 22, അതിൻ്റെ സമ്മാണ് ആദ്യം കാണേണ്ടത്. സമ്മ് കണ്ടിട്ട് എന്ത് ചെയ്യുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ശരാശരി താപനില അല്ലെങ്കിൽ ആവറേജ് കാണുക. ജസ്റ്റ് ടൈപ്പ് C2 കോളൻ D2, എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ദെൻ ഡിവൈഡഡ് ബൈ 2. ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 13.5 30.5 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. അതായത് ഡെയിലി മീൻ ടെമ്പറേച്ചർ ആഗ്ര എന്ന സ്ഥലത്ത് മാക്സിമം ടെമ്പറേച്ചർ 39 ആണ്, മിനിമം ടെമ്പറേച്ചർ ഈസ് ഇൻ ഡിഗ്രി സെൽഷ്യസ് 22 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദ ഡെയിലി മീൻ ടെമ്പറേച്ചർ ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത് 30.5 30.5 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ കാണുന്നത്. ഓക്കെ, ഇതുവേണ്ടി നമുക്ക് സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്, എങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യുക, ഡെസിമൽ പ്ലേസസ് എങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യുക. ഹൗ ക്യാൻ വി റൗണ്ട് ഓഫ് ദ ഡെസിമൽ പ്ലേസസ്, ദശാംശ സ്ഥാനം ക്രമപ്പെടുത്താൻ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്, ഇപ്പോൾ 13.5 E2 അവിടെയാണ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അതായത് 13.5 0.5 മേലെയാണെങ്കിൽ എന്ത് ചെയ്യാം, 13.5 എന്നുള്ളത് 31 ആവും. അതായത് ലെസ് ദാൻ 0.5 ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് 30 എന്നായി മാത്രം മാറും. അപ്പോൾ ആ രീതിയിൽ റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ
ആ സെല്ല് സെലക്ട് ചെയ്യുക, E2 സെലക്ട് ചെയ്യുക. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, ബട്ടൺ. ദർ ഇസ് എൻ ഓപ്ഷൻ, ദർ ഇസ് എ ബട്ടൺ ഫംഗ്ഷൻ വിസാർഡ്. ജസ്റ്റ് ക്ലിക്ക് ദാറ്റ് ബട്ടൺ. അതിൽ ഫങ്ഷൻസ് പറഞ്ഞ ടാബ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യുക, റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. റൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടാവും. നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൽ എന്ത് ചെയ്യുക, E2 എന്ന് ടൈപ്പ് ചെയ്യാം നമ്മൾ. സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഡെയിലി മിൻ ടെമ്പറേച്ചർ നമ്മുടെ കണ്ടിട്ടുണ്ട് അല്ലേ? ഡെയിലി മിൻ ടെമ്പറേച്ചർ കണ്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്തെ ഡെയിലി മിൻ ടെമ്പറേച്ചർ കൂടി നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് നമുക്ക് വിഷമമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഫിൽ ഹാൻഡിൽ ടൂൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഡെയിലി മിൻ ടെമ്പറേച്ചർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സെല്ലിൻ്റെ എഡ്ജിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ എന്താണ്, ഒരു പ്ലസ് സിമ്പിൾ കാണും. ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ എന്താണ്, എല്ലാ സ്ഥലങ്ങളുടെയും ഡെയിലി മിൻ ടെമ്പറേച്ചർ ഫങ്ഷൻ ഇവിടെ വർക്കാവും. ഇത് ഗ്വാളിയർ വരെയുള്ള ഡെയിലി മിൻ ടെമ്പറേച്ചർ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. സെപ്പറേറ്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, ഒരു ഫീൽഡ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ സംഭവങ്ങൾ ചെയ്യേണ്ടത്. റൗണ്ടഡ്. ഓക്കെ, ഇനിയാണ് എന്ത് ചെയ്യേണ്ടത്, റൗണ്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് റിസൾട്ട് ലഭിക്കേണ്ട സെൽ എന്ത് ചെയ്യാം, ജസ്റ്റ് സെലക്ട് ദാറ്റ് സെൽ F2. ഓക്കെ, അവിടെയാണ് നമുക്ക് റിസൾട്ട് വേണ്ടത്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ഓൺ ഫംഗ്ഷൻ വിസാർഡ്, ഫംഗ്ഷൻ ടാബ്, സെർച്ച് റൗണ്ട് ഓപ്ഷൻ, ക്ലിക്ക് ഓൺ നെക്സ്റ്റ്, then type the cell address. ഓക്കെ, നമ്പർ എന്നുള്ള പ്ലേസിൽ സെൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നുള്ള 30.5 ആണ് ഫസ്റ്റ് സെൽ. അതിൻ്റെ അഡ്രസ്സ് എന്താണ്, E2 ആണ്. അപ്പോൾ E2 എന്ന് അവിടെ ടൈപ്പ് ചെയ്യുക. E2 എന്ന് ടൈപ്പ് ചെയ്യുക. കൗണ്ട് എന്നുള്ളത് അവിടെ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി 0 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ റിസൾട്ട് എന്നുള്ളത് 31 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, 30.5 എന്നുള്ളത് 31 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള 33.5 34 ആവും, 25 ആയി മാറും. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫിൽ ഹാൻഡിൽ ടൂളിനെ യൂസ് ചെയ്യാം. ജസ്റ്റ് സെലക്ട് ദാറ്റ് സെൽ ആൻഡ് എഡ്ജിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ എന്താണ്, ഒരു പ്ലസ് സിമ്പിൾ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്താൽ എന്താണ്, നമുക്കിതിൻ്റെ ആൻസർ ഇങ്ങനെ ദശാംശ സ്ഥാനം ക്രമപ്പെടുത്തി റൗണ്ട് ഓഫ് ചെയ്ത് നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് ഫയലിൽ സേവ് ആസ് പോയിട്ട് എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പിൽ തൽക്കാലം സേവ് ചെയ്യാം. ഓക്കെ, ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മളിന്ന് തുടങ്ങിയത് our 6th chapter is based on spreadsheet software. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എങ്ങനെ ഓപ്പൺ ചെയ്യാം, നമ്മളിപ്പോൾ സ്കൂൾ റിസോഴ്സിൽ പോയിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആ ഫയൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഹൗ ക്യാൻ വി ഓപ്പൺ LibreOffice Calc? യെസ്, applications, go to applications, select office and click on LibreOffice Calc. ഓക്കെ, ഈ രീതിയിലാണ് LibreOffice Calc ഓപ്പൺ ചെയ്യുക. ഓക്കെ, അവിടെ പറഞ്ഞിട്ടുണ്ട് പെർഫോം കാൽക്കുലേഷൻസ്, അനലൈസ് ഇൻഫർമേഷൻ ആൻഡ് മാനേജ് ലിസ്റ്റ്സ് ഇൻ സ്പ്രെഡ്ഷീറ്റ് ബൈ യൂസിങ് കാൽക്ക്. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, ഓക്കെ, താങ്ക് യു. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്.